സുചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു പൂക്കാലം കൂടെ വരവായി. സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കേന്ദ്രം ഇതാ നമ്മുടെ 140 കോടി ജനങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഇസ്രായേലിന്റെ പെഗാസസ് പോലെ ഒരു ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ ഇനി ഭയക്കണം. ഫാസിസം അടുക്കളപ്പുറത്ത് വരെ എത്തി. ഇപ്പൊ ഇന്ന് രാവിലെ നോക്കിയപ്പോ ഒരു മിഗ് വിമാനം എന്റെ വീടിന്റെ ആകാശത്തൂടെ പറന്നു പോകുന്നു. ശംഖുമുഖത്ത് നമ്മളിവിടെ ഡെമോ നടക്കുകയാണല്ലോ നേവിയുടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വരാ, ഫാസിസം അടുക്കളപ്പുറത്ത് എത്തിയെന്ന് ഞാൻ ഇപ്പൊ വായിച്ചുള്ളൂ. ഇത്ര പെട്ടെന്ന് ആകാശത്ത് എത്തിയ മറ്റേ ഇസ്രായേലിലൊക്കെ മറ്റേ ഈ നസറുള്ളയുടെ മുകളിൽ കൂടെയൊക്കെ ബോംബിടാൻ പോകുമ്പോൾ വിമാനങ്ങൾ പറക്കില്ല, അതുപോലെ ഇങ്ങനെ പറന്നു പോവുകയാണ്. എന്തൊരു ശബ്ദമായിരുന്നു അറിയാമോ. എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ മുഴുവൻ ഗാലറി മൊത്തം നമുക്ക് എതിരാണ്. സംഭവം എന്ന് പറഞ്ഞാൽ സഞ്ചാർ സാഥി ആപ്പ്. ഈ സഞ്ചാർ സാഥി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഇറക്കിയിരിക്കുന്നത് ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും നടക്കാത്തൊരു സംഭവമാണ്. കിം ജോങ് ഉന്ന് പോലും ചെയ്യാത്തൊരു കാര്യമാണ് നരേന്ദ്രമോദി നടത്തുന്നത് കേട്ടോ. ഇത് പഴയ ബോംബ് അത് തന്നെയാണ്. ഇത് എല്ലാ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞൊരു സ്റ്റോറിയിൽ താങ്കളോട് ഇരുന്നപ്പോ പറഞ്ഞതുപോലെ ഇത് അവസാനം ശൂലം ഭ്രൂണ ഗർഭിണിയിൽ വന്ന് നിൽക്കുമല്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. 2002 എന്ത് വിമർശനമാണോ അവന്മാർ നടത്തിയത് അവിടെ തന്നെ വന്ന് നിൽക്കും. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഒരു ഹൈ ടെൻഷൻ മോഡ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. സമാനമായിട്ടുള്ള ഒരു മോഡ് ഇവർ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാനൊക്കെ അതിന്റെ ഇരകളാണ്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഞാനത് വർക്ക് ചെയ്യുന്ന ചാനലിൽ തന്നെ ഒരുപാട് പേര് നമ്മളെയൊക്കെ പ്രതിസന്ധിയിലാക്കാനായിട്ട് രാജിവെച്ച് പോകും, ഇല്ലെങ്കിൽ നമ്മളെ രാജിവെപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മിണ്ടാൻ പാടില്ല, അവരുടെ വഴിയിലേക്ക് നമ്മൾ വരണം, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഈ സഞ്ചാർ സാഥി ആപ്പ് കേന്ദ്രം നമ്മളെ നിരീക്ഷിക്കാനായിട്ട് ഇറക്കുകയാണ്. ഈ ആപ്പിന്റെ പ്രത്യേകത, ഈ ആപ്പ് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവർ പറയുന്ന കാര്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കേന്ദ്രം പ്രശ്നം ഉണ്ടാക്കും, നരേന്ദ്രമോദി പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഫോണുകൾക്കെല്ലാം ഒരു അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റിലൂടെ ഇത് ഇൻസ്റ്റാൾ ആക്കിയിരിക്കണം. ഇതിന്റെ ഗുണങ്ങൾ: മോഷണം തടയാൻ പറ്റും. ഫോൺ മോഷ്ടിച്ചാൽ IMEI നമ്പർ മാറ്റി ഉപയോഗിക്കാൻ കള്ളന്മാർക്ക് കഴിയില്ല. ഫോൺ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം, തിരികെ പിടിക്കാം. ദേശസുരക്ഷ: തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ സന്ദേശങ്ങളും വേഗത്തിൽ കണ്ടെത്താനും തടയാനും സാധിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ, മൂവി പൈറസി, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവ തടയാനായിട്ട് ഈ നീക്കം സഹായിക്കും. ഇനി സ്വകാര്യതയെ ബാധിക്കും, അൺഇൻസ്റ്റാൾ ചെയ്യാനാകില്ല. ഇതൊക്കെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവര് പങ്കുവയ്ക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ചിരി നിർത്താൻ പാടില്ല. ഇതാണ് ആ സ്ക്രീൻഷോട്ട്. ഇത് സഞ്ചാർ സാഥി ആപ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പെർമിഷൻസ് ചോദിക്കുകയാണ്. ആ പെർമിഷൻസ് SMS, റീഡ് യുവർ ടെക്സ്റ്റ് മെസ്സേജസ്. അയ്യോ, നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഇനി വായിച്ചു കളയും കേന്ദ്രം. ഇനി ഫോൺ എടുക്കാനും ഫോൺ നിർത്താനും സാധിക്കും. ഇനി ഫോട്ടോസും മീഡിയ ഫയൽസും ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്റ്റോറേജ് മൊത്തം എടുക്കും. ക്യാമറ, ടേക്ക് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്, ഡിവൈസ് ID ആൻഡ് കോൾ ഇൻഫർമേഷൻ, റീഡ് ഫോൺ സ്റ്റാറ്റസ് ആൻഡ് ഐഡന്റിറ്റി. ഇതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. എന്റെ പൊന്നു ബിജു ചേട്ടാ, യവന്മാർ ഈ സഞ്ചാർ സാഥി ആപ്പിന്റെ മാത്രമേ വായിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിള്, ഇതെല്ലാം ഇതേ സെയിം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് വെച്ചാണ് മുന്നിലേക്ക് പോകുന്നത്. അപ്പൊ അവന്മാരൊന്നും നമ്മുടെ ഫോണിൽ കയറി മേയാതിരിക്കാൻ യഥാർത്ഥത്തിൽ സഞ്ചാർ സാഥി ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ കേന്ദ്രത്തിന് നമ്മൾ അങ്ങനെ നിരീക്ഷിക്കാനാണെങ്കിൽ കേന്ദ്രം വിളിച്ചു പറയോ, മോദി വിളിച്ചു പറയോ, എടേ ഞാൻ നിങ്ങളെല്ലാം നിരീക്ഷിക്കാൻ പോവുകയാണ്, നിങ്ങൾ നാളെ മുതൽ ഈ ആപ്പ് അങ്ങനെ. മോദി എത്ര ആപ്പുകളുണ്ട് കേന്ദ്രത്തിന്റെ? IRCTC ഉണ്ട്, റെയിൽ മദത് ഉണ്ട്, ആരോഗ്യ സേതു ഉണ്ട്. എന്തിനു പറയുന്നു? നരേന്ദ്രമോദി ആപ്പ് തന്നെ ഉണ്ട്. ഇവിടെയുള്ള ആരാണ് ഈ നരേന്ദ്രമോദി ആപ്പ് ഇൻസ്റ്റാൾ? ഞാൻ പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എന്നാൽ എന്റെ വീട്ടിൽ എന്റെ സുഹൃത്തായിട്ടുള്ള കമ്മിക്കുട്ടൻ അവൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി. ഞാൻ എന്തിനാ നീ ഇത് ഇൻസ്റ്റാൾ ചെയ്ത്? ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ വിമർശിക്കാമല്ലോ. അവൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നരേന്ദ്ര. അപ്പൊ മോദിക്ക് ഏറ്റവും എളുപ്പം നരേന്ദ്രമോദി ആപ്പ് വഴി ഇവരെ വിമർശിക്കുന്നതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് സഞ്ചാർ സാഥി ആപ്പ് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നേരിടേണ്ടി വരുന്ന കോൺസിക്വൻസസ്? ഇവർ പറയുന്നത് ഭയങ്കര കോൺസിക്വൻസസ് ആണ്, ഒരു രക്ഷയില്ല. നമുക്കറിയാൻ വെച്ചിട്ട് ഈ ഒരു സമയത്തല്ല, ഇപ്പോഴും അത് സജീവമാണ്. അതായത് ഈ ലോൺ ആപ്പ് അതൊക്കെ എടുക്കുമ്പോൾ ഈ ലോൺ ആപ്പിലുള്ള അവന്മാര് നമ്മുടെ ഫോട്ടോസും ഗാലറീസും മുഴുവൻ ആക്സസ് ചെയ്തിട്ട് ഇത് മോർഫ് ചെയ്ത് നമ്മുടെ കോണ്ടാക്ട്സ് എടുത്ത് ആ കോണ്ടാക്ട്സിലുള്ള വാട്സപ്പിൽ ഇവന്മാര് ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള എന്നിട്ട് ഇവരുടെ ഫോൺ കോൾ വരുന്നത് എങ്ങനെയാ? ഈ +231 +354 +567 എന്ന നമ്പറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ സംഭവത്തിൽ ഞാൻ ഒരിക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദിച്ചു, ഇത് തടയാനൊരു മാർഗ്ഗമില്ല? ഒരു മാർഗ്ഗമില്ല കേട്ടാ, ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ തടയാൻ മാർഗ്ഗമില്ലാത്ത? അതൊരു മാർഗ്ഗമില്ല. ഇവരിത് വിദേശത്ത് നിന്നും എന്തോ ഒരു ടെക്നിക്കൽ ടേം പറഞ്ഞു, അങ്ങനെയാണ് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവരെ ട്രേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഇങ്ങനത്തെ കോളൊന്നും ഈ സഞ്ചാർ സാഥി ആപ്പ് ഉണ്ടെങ്കിൽ വലിയ യഥാർത്ഥത്തിൽ ഇതൊരു കവചമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, മോദി സർക്കാർ ഇപ്പൊ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാലും ബഹുമാനി വിമർശിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ സംഭവത്തിൽ തോന്നുന്നത്? നമ്മുടെ രാജ്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ശരിക്കും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിധിയുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. നമ്മൾ ഇട്ടിരിക്കുന്ന അണ്ടർവെയർ പോലും ഡേറ്റ പോലും ഇന്ന് മറ്റൊരാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം ഓൺലൈനിൽ കയറി
നമ്മുടെ ഒരു അണ്ടർ ഗാർമെന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ ആ കമ്പനിക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ അളവ്, അരയുടെ അളവ്, പിന്നെ വേണ്ട കളറ്, വേണ്ട മെറ്റീരിയൽ അടക്കം ഇതുവരെ കൊടുത്തവനാണ് ഈ സഞ്ചാർ സാധ്യ കുറ്റം പറയും. ഇതുവരെ പോയി. കാരണം നമ്മൾ ഓരോ ആപ്പിൽ കയറുമ്പോൾ, ഫുഡിന്റെ ആപ്പിൽ കയറുമ്പോൾ നമ്മളുടെ ഫുഡ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഉള്ളതിന്റെ ഡേറ്റ അവർക്ക് കിട്ടും. ഫേസ്ബുക്കിൽ കയറുകയാണെങ്കിൽ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മെനങ്ങാന്ന നാലാന്ന ഞാൻ TV കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ഫോണ് സൈഡിൽ ഇരിക്കുകയാണ്, സോഫയിൽ ഇരിക്കുകയാണ്, ഞാൻ TV കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി കഴിച്ചാലോ, വിശക്കുന്നു. പെട്ടെന്ന് സ്വിഗ്ഗിയിൽ ഒരു നോട്ടിഫിക്കേഷൻ, ബിരിയാണി വേണോ അല്ലേ? ഒരു ബിരിയാണി ഞാൻ പറയട്ടെ എന്നൊരു നോട്ടിഫിക്കേഷൻ. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ ഫോണിൽ വരുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത്? അല്ല, അതും കൂടെ വിശദീകരിച്ച് പോകണം. ജനങ്ങൾ അതും കൂടെ അറിയണമല്ലോ. ഇത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ AI-യുടെ വരവോടുകൂടി, AI-യുടെ വിപ്ലവം ആദ്യം ഉണ്ടായത് ഈ സ്മാർട്ട് ഫോണുകളിലാണ്. നമ്മൾ AI-യെ കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് റീസെന്റ് അറിയാൻ തുടങ്ങിയത്. പക്ഷെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ AI പല ആപ്ലിക്കേഷൻസിലും, ഞാൻ ആ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, കാരണം പ്രധാനപ്പെട്ട ഫോൺ കമ്പനികളെല്ലാം തന്നെ AI-യുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു. അതായത് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും, ഈ ഡാറ്റകൾ പോലും അത് ക്യാച്ച് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നമുക്ക് വേണ്ടി സെർച്ച് ചെയ്യുകയും ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് ഫോണിൽ, ഈ നെറ്റ് ഓൺ ആയിരിക്കുന്ന ഈ ഫോണിൽ കൂടെ ലഡുവിനെ കുറിച്ച് സംസാരിക്കുക. അതിനുശേഷം നമ്മൾ ഫോൺ വെച്ച് പോയി ഒരു 15 അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഫേസ്ബുക്കിന്റെ ഇടയിലായാലും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടയിലായാലും വിവിധ തരത്തിലുള്ള ലഡുവിന്റെ പരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുമ്പേ ലഡു എന്നോ തിരുപ്പതി ലഡു എന്നോ ഒക്കെ പറഞ്ഞ പരസ്യങ്ങളും അതിന്റെ റേറ്റും കാണാൻ കഴിയും. കാരണം ഇപ്പോഴത്തെ പരസ്യ രീതി നമുക്ക് ശ്രദ്ധിച്ചറിയാം. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് അടച്ച് പരസ്യം ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ തിരുവനന്തപുരത്തെ ഷോപ്പിൽ വരുന്നത് ഏത് വിഭാഗക്കാരാണ്, ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്നുള്ളത് കൃത്യമായി ഏകദേശം ധാരണ കടക്കാരനുണ്ടാകും. ഈ ആവശ്യം ഈ ഈ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തവർക്ക് കൊടുത്താൽ മാത്രം മതി. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ കടയിൽ വരുന്നവര് 3-4 മണ്ഡലത്തിലുള്ളവരാണ്, അവര് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു സമുദായത്തിൽപ്പെടുന്നവരാണ്, അവർക്കിടയിലേക്ക് പരസ്യം പോയാൽ മതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അവർക്കിടയിലേക്ക് പരസ്യം പോകും. അതുകൊണ്ട് പരസ്യം കൊടുക്കുന്നവർക്ക് ലാഭം, അത് കൃത്യമായി എല്ലായിടത്തേക്കും എത്തും. നമ്മളുടെ ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ സ്ഥാനാർത്ഥിയുടെ ആ മണ്ഡലത്തിലുള്ള വോട്ടർമാരുടെ അടുത്ത് മാത്രമാണ് അവരുടെ പരസ്യം ചെല്ലുന്നത്. കേരളം മുഴുവൻ പോയില്ല, വേൾഡ് മുഴുവൻ പോയില്ല. കാരണം അത്തരത്തിലേക്ക് മാറി. എങ്ങനെയാണത് അവർക്ക് മനസ്സിലാകുന്നത്? നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഇന്നതാണ് എന്ന് ഫേസ്ബുക്കിന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇത് നമ്മൾ ചാറ്റുന്നത്, നമ്മൾ കോൾ ചെയ്യുന്നത്, നമ്മൾ മെസ്സേജ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ തിരയുന്നത്, നമ്മൾ ലൈക്ക് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു ഡേറ്റയാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സർവേ നടത്തുമായിരുന്നു വിവിധ ഏജൻസികൾ. സർവേ നടത്തിയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് ഏത്, പിന്നെ അതിന്റെ മണം, ഏത് മണമാണ് നിങ്ങൾക്ക് ഇഷ്ടം, പദം കൂടുതലുള്ളത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിരുന്നിടത്ത് ഇപ്പോഴത് സർവേകളില്ല. സർവേ കമ്പനികൾ പലതും പൂട്ടിപ്പോയി. അതിന് പകരം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യുന്നതെല്ലാം ഡേറ്റയായി സേവ് ചെയ്യപ്പെടുകയാണ്. ഈ ഡേറ്റ ഇന്ത്യക്കാരുടെ കയ്യിൽ പോലുമല്ല ഇരിക്കുന്നത്. നമ്മളുടെ അസുഖത്തിന്റെ വിവരങ്ങൾ പോലും ഇന്ന് വിദേശ കമ്പനികളുടെ കയ്യിലാണ് ആ ഡേറ്റ ഇരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ അസുഖം, നമ്മളോട് കൊടുക്കുന്നത്, നമുക്ക് എന്തൊക്കെ ബലഹീനതയുണ്ടെന്നും എന്തൊക്കെ ബലമുണ്ടെന്നും നമുക്ക് എത്ര പേരുമായിട്ട് റിലേഷൻ ഉണ്ടെന്നും എന്തൊക്കെ തരത്തിലുള്ള റിലേഷൻ ആണെന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. മുമ്പായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയില്ല, ആരാണെന്ന് അറിയുകയുമില്ല. ഇന്നൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് മറ്റ് കാര്യങ്ങളിലൂടെ അതിനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്? വലിയ ഗൂഗിൾ പോലെയുള്ള വലിയ സെർച്ച് എഞ്ചിനിലേക്ക് ഇത് സൂക്ഷിക്കപ്പെടുകയാണ്. ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കടന്നു വരും. ഇന്ന് അതിലും വലിയ വ്യാപകമായ പ്രത്യാഘാതമാണ് വരുന്നത്. നമ്മുടെ ഫോട്ടോകൾ ഇന്ന് AI ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്നതല്ല, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ മോർഫ് ചെയ്യുന്നതായിരുന്നു പണ്ടെങ്കിൽ. ഇപ്പോൾ മോർഫ് ചെയ്യേണ്ട ആവശ്യമല്ല, വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ എഡിറ്റ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ വീഡിയോ കണ്ടതാണ്, ചിലരുടെ പ്രസംഗങ്ങൾ, അവർ ചെയ്ത ഒറിജിനൽ പ്രസംഗങ്ങൾ മാറ്റിയിട്ട് അതേ വോയിസിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പിണറായി വിജയനും നരേന്ദ്രമോദിയൊക്കെ പറയാത്ത കാര്യങ്ങൾ അവരുടെ അതേ വോയിസിൽ, അവരുടെ അതേ ലിപ് മൂവ്മെന്റില് പറയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളതും നമ്മളിടുന്ന ഡ്രസ്സും നമ്മളുടെ ഏറ്റവും സെറ്റ് സാധനം മുഴുവൻ ഡേറ്റാസും കൊടുത്തവനാണ് സഞ്ചാർ സാത്തി ആപ്പിനെ കുറിച്ച് കുറ്റം പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് ചിരിയാണ് വന്നത്. ഇതിനകത്ത് ആർക്ക് എന്ത് ഡേറ്റയാണ് അറിയുന്നത്? വേണമെങ്കിൽ നല്ലൊരു ഹാക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും ഡേറ്റാസ് എടുക്കാം. ഈ അടുത്ത് ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ 20 ലക്ഷം ഡേറ്റ ചോർന്നത് അറിയാമല്ലോ. ന്യൂസ് ഇന്ത്യ മലയാളം ഈ പോയിന്റ് പ്ലാറ്റ്ഫോമിൽ ആ പെൺകുട്ടി വന്നിരുന്നു.
ആ IT പ്രൊഫഷണൽ ഇവിടെ വന്നിരുന്നു, നമ്മുടെ ചാനലിൽ വന്നിരുന്നു. 2 ദിവസമാണ് നമ്മൾ ഇതിനൊരു ചർച്ച ആ പെൺകുട്ടിക്ക് അനുവദിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ സുകന്യ എന്ന് പറയുന്ന കുട്ടിക്ക് 2 ദിവസം ഇതിനകത്ത് അനുവദിക്കേണ്ടി വന്നത്? കാരണം അതിന്റെ വാർത്താ പ്രാധാന്യം ഭയങ്കരമായിരുന്നു. കാരണം കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ അടക്കമുള്ളതിന്റെ ഡേറ്റ ചോർച്ച നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഡേറ്റ ചോർന്നിരിക്കുകയാണ് ഇത്രയും പേര്, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടുകയാണ്. ഈ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ സഞ്ചാർ സാഥി ആപ്പ് കേന്ദ്ര സർക്കാർ നമ്മളെ, ഇത് പൊട്ടന്മാരാണോ അതോ ഇവർ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് തന്നെ വിവരദോഷത്തരമാണ്. ഇപ്പൊ സർക്കാരിന് പിന്നെ ഒരാളുടെ രഹസ്യം ചോർത്താൻ, സർക്കാരിന് 140 കോടി ജനത്തിന്റെ രഹസ്യം ചോർത്തിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു, 2-3 വർഷം മുമ്പ് പറഞ്ഞു പെഗാസിസ് കൊണ്ടുവന്നിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തുന്നു എന്നാണ് പറഞ്ഞത്. പെഗാസസ് കൊണ്ടുവന്നിട്ട് ചോർത്താൻ മാത്രം തലയുള്ള ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ നേതാക്കളെയാണ് ഈ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമില്ല. കാരണം ഇവർ പുറത്തേക്ക് വിടുന്ന സാധനമുണ്ടല്ലോ, അതിനെ നിഷ്പ്രയാസം ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും രാഹുൽ ഗാന്ധി പറയുന്നതിനെ മൊനയൊടിച്ച് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ പെഗാസസിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം പറയട്ടെ, പറഞ്ഞിട്ട് മറുപടി കൊടുക്കുക എന്ന് പറയുന്ന കാലഘട്ടമാണിത്. അപ്പൊ ഇവിടെയാണ് ചുമ്മാതെ ഒരു പുകുലുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു ആപ്പ്, നമ്മളുടെ ഫോണിലുള്ള ആപ്പുകൾ ആദ്യം നമ്മളെടുത്ത് പരിശോധിക്കുക. ഈ ഒരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ അതിനകത്ത് ബിൽറ്റിൻ ആയിട്ട് കുറച്ച് ആപ്പുകൾ വരുന്നുണ്ട്. ഗൂഗിൾ വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്. ഈ നാവിഗേഷൻ ഒക്കെ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, എല്ലാവരുടെയും പറയുന്നൊരു കാര്യമുണ്ട്, ഫേസ്ബുക്ക് എന്റെ സ്വകാര്യ ഇടം എന്നാണ്. ഒരു സ്വകാര്യ ഇടവുമല്ല, പബ്ലിക് ഡൊമൈനിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് ഫേസ്ബുക്ക് സൂക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മളൊരു നാവിഗേഷൻ ആപ്പിൽ കയറുന്നു, ആപ്പിൽ കയറി ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നു. കൃത്യമായി നമ്മൾ എവിടെ കൂടെ യാത്ര ചെയ്യുന്നുള്ള വിവരം ഗൂഗിളിന് അറിയാം, വിദേശത്തിരുന്ന സായിപ്പിന് അറിയാം. ഈ മൂങ്ങാൻകുഴിയിലെ ഈ കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന വിവരം അതുവരെ നമ്മൾ എടുത്ത് അവന്റെ കൊടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ ചോർത്തുന്നു, നമ്മളെ ചാരപ്രവർത്തനം ചെയ്യുന്നു. ഇത്ര സംവിധാനമുള്ളപ്പോൾ ഒരു ആപ്പ് കൊണ്ട് ഒരു സർക്കാരിന് നമ്മളെ ചോർത്തേണ്ട ആവശ്യമുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു ഹാക്കർ വിചാരിച്ച ഒരു മനുഷ്യന്റെ A to Z കാര്യങ്ങൾ പുറത്തെടുക്കാൻ പറ്റും. വെറും ഒരു ഹാക്കർ വിചാരിച്ചാൽ മതി. അപ്പോഴാണ് ഈ ഇത്രയും വലിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുത്തിയിരുന്ന് ഇതിന്റെ പിന്നെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞ തലക്ക് വെളിവുള്ള ആരും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ട, എന്ത് കാര്യം പറയുന്നതിന് ലോജിക്ക് വേണം. ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ ഈ വിദേശ ആപ്പുകളാണ് നമ്മുടെ ഡേറ്റാസ് വലിയ രീതിയിൽ ചോരുന്നുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മെറ്റയോടും ഗൂഗിളിനോടും പറഞ്ഞത്, നിങ്ങൾ അത് അനുവദിക്കാൻ കഴിയില്ല, ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ ക്രിമിനൽ സ്വഭാവമുള്ളതാണെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവരടിച്ച ഡയലോഗ്, അത് ഞങ്ങൾ എൻക്രിപ്റ്റഡ് ആണ്, ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല, സേഫ് ആണെന്ന് പറഞ്ഞു. ഒരു സേഫും അല്ല എന്നുള്ളത് പലവട്ടം ഇവിടുത്തെ പിള്ളേർ തെളിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നതാണ്. ഇതിപ്പോ ഈ ആപ്പ് കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇനി വരുന്നു, ഇതിലും വലിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ അടുത്ത ഇത് വിദേശത്തുള്ള ഇതിനൊക്കെയുള്ള വൻ കമ്പനികള് ഒരു ടൂൾ കിറ്റ് ആണ്. അവർ വലിയ രീതിയിൽ പണം കൊടുത്തിട്ടാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത്. കാരണം അവർക്ക് നിലനിൽക്കണ്ടേ. ഇനിയിപ്പോ ഇന്ത്യയിൽ വരാൻ പോകുന്ന മേപ്പിൾസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഒരു ആപ്പ് ഉണ്ട്, നാവിഗേഷൻ ആപ്പ്. അതിന്റെ ഒരു ലാസ്റ്റ് മൂവ്മെന്റിലാണ് മേപ്പിൾസ്. ഈ മേപ്പിൾസ് വരുമ്പോൾ കിഡിൽ ആപ്പ്, ഞാൻ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നു, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ഈ ഗൂഗിൾ മാപ്പിനെയൊക്കെ കാട്ടിലും കിഡിലോ, നമ്മൾ നെറ്റ് ഇല്ലെങ്കിലും അത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇപ്പോഴും പലപ്പോഴും നമ്മൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് പോകുമ്പോൾ നമ്മളെ കൊണ്ട് തോട്ടലും കുടിയിലൊക്കെ ചാടിക്കുന്നുണ്ട്. പക്ഷെ മേപ്പിൾസിന് രാജ്യത്തിന്റെ മുക്കും മൂലയും അരിച്ചു പറക്കാനുള്ള എല്ലാ സെറ്റപ്പും മേപ്പിൾസിൽ ചെയ്തിട്ടുണ്ട്. ഗംഭീര ആപ്പാണ് മേപ്പിൾസ്. ഈ ഗൂഗിളൊക്കെ പേടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ധനുഷ്, ഈ മേപ്പിൾ ആപ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പുകൾ വാങ്ങുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? വാഹന നിർമ്മാതാക്കളാണ് ഒന്ന്, രണ്ടാമത്തേത് മൊബൈൽ കമ്പനികളാണ് ഈ രണ്ട് കമ്പനികൾ. മറ്റ് സ്വിഗ്ഗി പോലുള്ള അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ളവരും ഇത്തരം ആപ്പുകൾ അതിൽ ബിൽറ്റിൻ ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ലൊക്കേഷന്റെ ഇതങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി കയറാൻ പറ്റുന്നത്. ഈ മേപ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളിൽ മാത്രം ഇപ്പോഴുള്ള ഈ ഗൂഗിൾ സിസ്റ്റം എടുത്തു മാറ്റിക്കൊണ്ട് മേപ്പിൾസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കോടികളുടെ വരുമാനം തന്നെ മേപ്പിൾസിന് ലഭ്യമാകും. അപ്പം ഇത് ഇനി വരികയാണ് വാഹനങ്ങളിൽ. ഇന്ത്യൻ ആപ്പ് മതി, കാരണം അത് ഓഫ്ലൈനിൽ വർക്ക് ചെയ്യാൻ നെറ്റ് വേണമെന്നില്ല. അപ്പോഴേക്കും സ്വാഭാവികമായി കമ്പനികൾ അതിലേക്ക് മാറും. അല്ല കമ്പനി പറയുമോ എനിക്ക് പറ്റില്ല, ഗൂഗിൾ തന്നെ പറ്റും എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് വെക്കും. ആ രീതിയിലേക്ക് വരുന്നുണ്ട്. ഇനി പിന്നെ ഇങ്ങനെ ഇപ്പൊ ഈ ആപ്പ് നമ്മൾ ഈ പറഞ്ഞ സഞ്ചാർ സാധ്യയുടെ ഈ ആപ്പ്, അതായത് ടെലികോം ഡിപ്പാർട്ട്മെന്റും ഭാരത സർക്കാരും ചേർന്ന് ഇറക്കിയിരിക്കുന്ന ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വെച്ചാൽ കൂടുതൽ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫോണുകളിൽ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഈ ഫോൺ കമ്പനികൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളൊന്നും നമ്മുടേതല്ല, വിദേശ കമ്പനികളുടേതാണ്. ഈ സൈബർ തട്ടിപ്പുമായിട്ട് ഒരു വട്ടമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഒരാൾക്കറിയാം. ഗൂഗിളിന്റെ കയ്യിൽ നിന്ന് അവിടുന്ന് തന്നെ ജിമെയിൽ ഐഡിയുടെ ഡീറ്റെയിൽസ് വാങ്ങാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പെടുന്ന പാടെന്താണെന്ന് അറിയാമല്ലോ. അവർക്ക് കത്തെഴുതിയാൽ പലവട്ടം കത്തെഴുതിയാൽ അവർ മറുപടി തരില്ല. ഒരുപാട് ദിവസം കത്തും, ഒരുപാട് നാൾ. കാരണം ഞാൻ അതിന്റെ അനുഭവസ്ഥനാണ്. എനിക്കൊരു സൈബർ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നു. എന്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന്റെ സ്റ്റാഫ് നടത്തിയതായിരുന്നത്. അതിന് പോയി എനിക്ക് 1 വർഷം എടുക്കേണ്ടി വന്നു അതിന്റെ രേഖകൾ ഗൂഗിളിൽ നിന്ന് കിട്ടാനായിട്ട്. പക്ഷെ അപ്പോഴും ഗൂഗിൾ തന്നില്ല.
അത് മറ്റൊരു വഴിക്ക് മൂവ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസിൽ എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത്രയും കാലതാമസം വരും. പക്ഷെ അതേസമയം ഇതൊരു ഇന്ത്യൻ ആപ്പ് ആയിരുന്നെങ്കിലോ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമായിരുന്നു ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ അപ്പം ഈ ഇന്ത്യൻ ആപ്സ് ഇന്ത്യക്കാരന് ഡേറ്റ ചോർന്നു പോകാതെ ഇരിക്കുവാൻ, ഇല്ലെങ്കിൽ ഇന്ത്യക്കാരന് സൈബർ സെക്യൂരിറ്റി കൊടുക്കുവാനായിട്ടാണ് ഈ ഹാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിദേശ കമ്പനികളുടെ കീഴിലുള്ള ഈ പറയുന്ന സോഫ്റ്റ്വെയറുകൾ, ആപ്പുകളെയാണ് നമ്മൾ സഹായിക്കണേ എന്ന് പറഞ്ഞ് ചെല്ലുന്നത്. അവർ സഹായിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി വിദേശത്തിരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മുടെ ഈ മൊബൈലിൽ ചെയ്യാൻ പറ്റും. ബാങ്കിൽ കിടക്കുന്ന പൈസ അടിച്ചുകൊണ്ട് പോകാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു സെക്യൂരിറ്റിയാണ്. അതായത് ഇതിനകത്ത് കിടക്കുന്ന പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടാ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ടത് എവിടെയാണ്? നമ്മുടെ സാമ്പത്തിക രംഗത്താണ് ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ടത്. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൈസയും കാര്യങ്ങളും എല്ലാം തന്നെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാ? നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു ആപ്പാണ് പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഗൂഗിൾ പേ. ഈ ഗൂഗിൾ പേ ആരുടേതാണ്? ഈ ഗൂഗിൾ പേ ഗൂഗിളിൻ്റെതാണ്. ഈ ഗൂഗിൾ പേ ഒരു ദിവസം ഗൂഗിൾ മരവിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗൂഗിൾ പേക്ക് നമ്മുടെ പൈസ എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് എന്താണ് ഉത്തരം? അപ്പൊ അതുപോലത്തെ ആപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ അത് എടുക്കുന്ന പെർമിഷൻ എന്തൊക്കെയാണ്? ഗൂഗിൾ പേ എടുക്കുന്ന പെർമിഷൻ എന്തൊക്കെയാണ്? ഗൂഗിൾ പേ വീഡിയോക്കുള്ള പെർമിഷൻ എടുക്കുന്നു, കോളിനുള്ള പെർമിഷൻ എടുക്കുന്നു. ചില ആപ്പുകളിൽ ചില ആപ്പുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ ബിച്ചേട്ടാ, അതായത് ഈ നമ്മുടെ OTP നമുക്ക് വരികയാണ്. ഈ OTP എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വൺ ടൈം പാസ്വേഡ് ആണ് OTP എന്ന് പറയുന്നത്. ഈ OTP വരുമ്പോൾ നമ്മൾ അത് ഇതിൽ നോക്കിയിട്ട്, നമ്മൾ ആ OTP മെസ്സേജിൽ നോക്കിയിട്ട് ആ OTP എടുത്ത് എന്ത് ചെയ്യണം? ഈ വേണ്ട സ്ഥലത്ത് അടിച്ചു കൊടുക്കണം. പക്ഷേ OTP വന്ന പാടെ തന്നെ ആ ആപ്പ് ഈ OTP പിടിച്ചെടുത്തിട്ട് തനിയെ അത് വാരി പൂശിയിട്ട് അതൊന്ന് റീഡ് ചെയ്ത് വിടുക. ഓക്കെ ശരി എന്ന് പറഞ്ഞ് അങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് റീഡ് ചെയ്ത് വിടുകയാണ് OTP. അപ്പോഴും ബാങ്ക് വിളിച്ച് പറയുന്നത് എന്താണ്? ഈ OTP ആരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്നാണ് ബാങ്ക് വിളിച്ച് പറയുന്നത്. പക്ഷെ ഈ ആപ്പിന് OTP കൃത്യമായിട്ട് അത് വാരി പൂശിയെന്ന്. അപ്പം ഞാൻ വിചാരിക്കും, ഈശ്വര, ഈ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ടല്ലോ, ഈ ട്രൂ കോളറൊക്കെ OTP പിടിച്ചെടുക്കും. ഇടയ്ക്ക് വെച്ചൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഈ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ ഡാറ്റ ചോർത്തുന്നുണ്ടെന്ന്. എത്ര പേര് ട്രൂ കോളർ അൺഇൻസ്റ്റാൾ ചെയ്തു? എന്നിട്ട് നമ്മുടെ കേന്ദ്രം സഞ്ചാർ സാഥി എന്ന് പറയുന്ന ഇതിനെയൊക്കെ തടയിടാൻ ഒരു ആപ്പ് കൊണ്ടുവന്നപ്പോൾ ഈ ആർക്കാണ് ഇത് തിരിച്ചടി? ഈ ട്രൂ കോളർ പോലെയുള്ള, ഗൂഗിൾ പോലെയുള്ള വൻകിട കമ്പനികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു സൈബർ യുദ്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇത് അവരുടെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന വാർത്തകളാണ്. ഇതിനെതിരെ നടത്തുന്ന പ്രചരണം മുഴുവൻ ഈ വിദേശ കമ്പനികളാണ്. കാരണം ഈ ഗൂഗിളിനൊക്കെ വലിയ തിരിച്ചടിയാണ് ഈ ഏപ്പിൾസ് പോലുള്ളത് കയറി വന്നു കഴിഞ്ഞാൽ. അതിനെ തടയിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യൻ കമ്പനികൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. മീഷോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ മീഷോ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ആമസോണിനെയും കൂടെ കവർ ചെയ്തു. കഴിഞ്ഞ മാസമോ കണ്ട് അതിനെ കവർ ചെയ്ത് മോളിൽ പോയി. അപ്പം ഇങ്ങനെ വരുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കും. അതിനിവിടെ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്. കാരണം 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കഴിക്കില്ലല്ലോ. അത് വാങ്ങിക്കൊണ്ട് രാജ്യത്തിനെതിരെ ഇതിനൊക്കെ ചെയ്യും. അല്ലാതെ ഈ ആപ്പ് എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മളുടെ A-to Z സാധനം സായിപ്പിന്റെ കയ്യിലോ പിന്നെ വല്ല ഉത്തര കൊറിയക്കാരന്റെ കയ്യിലോ കൊണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്, അയ്യോ ഇത് സേഫ്റ്റിയാണ്. ഒരു സേഫ്റ്റി അല്ല. മൊബൈലിൽ കയറുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഈ ധൃതി പിടിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറെ ചോദ്യങ്ങൾ അവർ ചോദിക്കും, അലോ ചെയ്യാൻ പറഞ്ഞ്. നമ്മൾ കണ്ണും പൊട്ടിട്ട് അങ്ങോട്ട് അലോ ചെയ്യും. ഫോട്ടോ എടുത്തോ, ആധാരം എടുത്തോ, എന്റെ ജാതകം എടുത്തോ, എല്ലാം എടുത്തോ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവനങ്ങ് കൊടുക്കും. ഇച്ചിരി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും. ആൾക്കാരുടെ ധാരണ ഈ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം പോകുമെന്നുള്ളതാണ്. ആപ്പ് പോകുന്നേ ഉള്ളൂ. പക്ഷെ ഈ ആപ്പ് എന്താണ് നമ്മുടെ ഫോണിലേക്ക് അവർ സ്പൈ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. അതിന്റെ അംശം അവിടെ കിടക്കും. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും കൊടുക്കണ്ട. നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് വീണ്ടും എടുക്കുമ്പോൾ പുതിയൊരു രജിസ്ട്രേഷൻ അതിന് ആവശ്യമാണല്ലോ. ഇല്ല, ഈ തട്ടിപ്പ് പുറത്തായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ പുതിയ പണി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ധനുഷ് നേരത്തെ പറഞ്ഞ OTP എന്താണെന്ന് അറിയോ? താഴെ എഴുതി കാണിക്കും. നിങ്ങൾക്ക് ഓട്ടോ ഫില്ല് ചെയ്യണോ എന്ന് ചോദിക്കും. നമ്മൾ നമ്മുടെ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആ ഓട്ടോ ഫില്ല് ക്ലിക്ക് ചെയ്യും. മുമ്പ് ഈ ഓട്ടോ ഫില്ല് ചോദിക്കണമെന്ന് ചോദിക്കത്തില്ലായിരുന്നു. കാരണം അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, എല്ലാവരും ചെയ്യുന്ന പണി നമ്മളോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മളെ കൊള്ളയടിക്കുന്നത്. അതല്ലാതെ ഒന്നും അവർ ചെയ്യുന്നില്ല. അവരാദ്യം നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് അനുവാദം തരുമോ? എടുത്തോളൂ. എന്റെ വീഡിയോ എടുക്കാൻ അനുവാദം തരൂ? എടുത്തോളൂ. ബാങ്കിന്റെ OTP അടിച്ചോ, എടുത്തോ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഈ പൈസ പോകുന്നത്. അതല്ലാതെ ഈ നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന ബാങ്കിലെ പൈസ നമ്മളറിയാതെ ആരും കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം അനുവാദവും അവർക്ക് കൊടുത്തിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് ഇതിനകത്ത് ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം.
അപ്പൊ അതിനെ തടയിടാനാണ് ഈ ആപ്പ് കൊണ്ടുവന്നത്. ഈ ആപ്പ് ഇന്നലെ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല ഇതിനകത്ത്. വേണമെങ്കിൽ വേണ്ടെങ്കിൽ എടുക്കണ്ട എന്നുള്ളത് മാത്രമാണ്. നിലവിൽ നമ്മുടെയൊക്കെ ഫോണിൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ അനവധി ആപ്പുകൾ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അവർക്ക് എന്തെങ്കിലും രഹസ്യം ചോർത്തുന്നെങ്കിൽ അതിലൂടെ പോരെ. ബാങ്കിൽ നമ്മുടെ എല്ലാം കൊടുത്തിട്ടാണല്ലോ ഒരു അക്കൗണ്ട് തുറക്കുന്നത്. ആ ഒരു ഒറ്റ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ A to Z വിവരം അവർക്ക് കിട്ടുമല്ലോ. അതല്ലാതെ നമ്മൾ കിടന്ന് ഫോൺ ചെയ്യുന്നത് നരേന്ദ്രമോദി ഇരുന്നിട്ട് എന്താണ് ഇന്ന് ഇവർ സംസാരിക്കുന്നതെന്ന് കേൾക്കാനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല, ഈ 140 കോടി ജനത്തിന്റെ ഒന്നും. അപ്പം ഇത് ഈ വൻകിട കമ്പനികളുടെ പണം വാങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തെ തടയിടുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പമുണ്ട്. നാളെ ഒരു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് കിട്ടുന്ന ഒരു പ്രിഫറൻസ് മറ്റ് ഉള്ളവർക്ക് കിട്ടാൻ സാധ്യത ചിലപ്പോൾ ഒരു പക്ഷേ കുറയും. കാരണം നമ്മൾ നാളെ ഇനി ചെയ്യാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ ഇനി പുതിയ പുതിയ അപ്ഡേഷൻസ് ഈ ഫോണിൽ വരുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട്, വ്യാജ സന്ദേശങ്ങൾ വന്നാലോ ഒപ്പം തന്നെ ഫ്രോഡ് തട്ടിപ്പിന്റെ സംശയാസ്പദമായ സന്ദേശങ്ങൾ വന്നാലോ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. മറ്റേതിൽ അങ്ങനെ നമുക്കൊരു സംശയം തോന്നിയ ഒരു ആപ്പ് വന്നാൽ നമ്മളിപ്പോ നിലവിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങും റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഈ ആപ്പിൽ അതുണ്ട്. ഇപ്പൊ എനിക്ക് വരുന്നത് സന്ദേശം ഒരു ലിങ്ക് സംശയാസ്പദമാണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഈ ആപ്പിൽ ഓപ്ഷൻ ഉണ്ട്. വേറെ ഏത് ആപ്പിലാണ് അത് ഓപ്ഷൻ ഉള്ളത് എന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഇത് വേണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ട, വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ ഇല്ല. വേണ്ടെന്ന് ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേണ്ടെന്ന് പറയുന്നവർ. ചേട്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇവിടെ ആയുഷ്മാൻ ഭാരതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരാണ് ആയുഷ്മാൻ ഭാരത് ഈ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയി ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് മാറ്റും. എന്നിട്ട് യുവന്മാരാണ് ഏറ്റവും കൂടുതൽ അവിടെ പോയി മരുന്ന് വാങ്ങിക്കുന്നത്. ഇനി ഈ ആപ്പിന്റെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ട നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സർക്കാരിന്റെ ആപ്പാണിത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മളുടെ പേരിൽ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. നമ്മളുടെയൊക്കെ ഒരു ധാരണയുണ്ട്, പൊതുധാരണ. എനിക്ക് 2 സിം ഉണ്ടില്ല 4 സിം ഉണ്ടെന്ന് നമ്മൾ പറയും, ശരിയാണ്. 4ആണോ 8ആണോ എന്ന് നമുക്കെന്ത് ഉറപ്പുണ്ട്? അത് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ പണ്ടപ്പോഴോ എടുത്ത സിം. കാരണം എനിക്ക് 8ഓ 9ഓ എന്റെ പേരിൽ സിം ഉണ്ടായിരുന്നു. ഞാനിത് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടെത്താൻ പറ്റിയത്. ഞാനതെല്ലാം നീക്കം ചെയ്തു. കാരണം ഞാൻ അത് നിലവിൽ ഉപയോഗിക്കുന്നതല്ലത്. എനിക്ക് അറിയ പോലും ഇല്ല ഏത് സിമ്മാണെന്ന്. ഒരുപക്ഷെ പണ്ട് നമ്മൾ ഈ ആധാർ കാർഡിന്റെ കോപ്പി ആയിരുന്നല്ലോ കൊടുക്കുന്നത്. പണ്ടെപ്പോഴും ഈ കോപ്പി എടുത്ത് ആരൊക്കെയോ സിം എടുത്തിട്ടുണ്ടാകാം. മുമ്പ് ഇപ്പോഴത്തെ കാര്യമല്ല, കാരണം മുമ്പ് സിം എടുത്തിട്ടുണ്ടാകാം. ആ സിം ഞാൻ നോക്കുമ്പോൾ 8ഓ 9ഓ സിം. ആകെ നമ്മുടെ ഉള്ള സിമ്മിന്റെ എണ്ണം നമുക്കറിയാമല്ലോ. അപ്പൊ അതിന്റെ ഇരട്ടിയുണ്ടല്ലോ, 10 ഇരട്ടി സിമ്മാണ് കാണുന്നത്. അപ്പൊ എല്ലാവർക്കും ആ സിം തിരക്കാൻ കഴിയും. കാരണം മുമ്പ് സിം കാർഡ് എടുത്തവർക്കൊക്കെ അന്ന് ഈ ഫോട്ടോ കോപ്പി കൊടുക്കുമായിരുന്നു ആധാറിന്റെ. അതിന് മുമ്പ് ആധാറും വേണ്ട, ഇല്ലെങ്കിൽ ആധാറിന്റെ ഫോട്ടോ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ കോപ്പി അതാണല്ലോ നമ്മുടെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ ഒരു പഞ്ചായത്ത് മെമ്പർ അറസ്റ്റ് ചെയ്ത് അങ്ങനെയല്ലേ. അയാളുടെ മൊബൈലുകളെ ഒരു സ്ത്രീ മൊബൈൽ എടുക്കാൻ വന്നപ്പോൾ ഈ കോപ്പി കൊടുത്തു. അയാൾ അത് വെച്ചിട്ട് വ്യാജ സിം വേറെ എടുത്തു. ആ സാധനമാണ് പിന്നെ പിടിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ആപ്പ് കൊണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതല്ലാതെ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ മോദി ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏതൊരു കാര്യം വരുമ്പോഴും അതിനെ കവർ ചെയ്യുന്ന ബുദ്ധി കള്ളന്മാർക്കുണ്ടാവും. അങ്ങനെ കള്ളനും പോലീസും കളിയാണ് ഈ ലോകത്ത് നമ്മുടെ ജീവിതകാല അവസാനം വരെ നടക്കുന്ന ഒന്ന്. കാരണം നമ്മൾ കണ്ടെത്തും, നമ്മളൊരു വീടിന് മതിൽ കെട്ടും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ മതിൽ എങ്ങനെ ചാടാമെന്നായിരിക്കും അതുവഴി കടന്നു പോകുന്ന കള്ളന്റെ ചിന്ത അല്ലേ. അപ്പൊ അവൻ മതിൽ ചാടും. അപ്പം നമ്മൾ ഈ മതിൽ ചാടാതിരിക്കാൻ ഇതിന്റെ മുകളിൽ കൂടെ ഇലക്ട്രിഫിക്കേഷൻ നടത്തണോ അതോ കുപ്പിച്ചില് പാകണോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഈ കുപ്പിച്ചിലിനെ എങ്ങനെ മറികടക്കാമെന്നായിരിക്കും പിന്നെ കള്ളന്റെ അടുത്ത ചിന്ത. ഇത് ഇങ്ങനെയാണ് ഒരു കള്ളനും പോലീസും കളിയാണ് ലൈഫിൽ ഉടനീളം സുരക്ഷയെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ഈ ആപ്പ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, വേണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാരിനില്ല. പക്ഷെ നാളെ ഈ ആപ്പ് വഴി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ഈ ആപ്പിലേക്ക് തന്നെ മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല.